നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ചെസ് മാന്ത്രികൻ മിഖായൽ താലും എസ്റ്റോണിയൻ ഗ്രാൻഡ് മാസ്റ്റർ ഇവോ നെയ്യും തമ്മിൽ നടന്ന വളരെ രസകരമായിട്ടുള്ളൊരു അറ്റാക്കിംഗ് ഗെയിമാണ് കാണിക്കാൻ പോകുന്നത്. ഈ ഗെയിമിൽ താൽ വൈറ്റ് സൈഡും നെയ് ബ്ലാക്ക് സൈഡുമാണ് കളിക്കുന്നത്. വൈറ്റ് E4 മൂവ് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. ബ്ലാക്ക് E6 മൂവ് ചെയ്യുന്നു. ഫ്രഞ്ച് ഡിഫൻസ് ആണ്. വൈറ്റ് D4 മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് D5 മൂവ് ചെയ്തുകൊണ്ട് ഒരു പോൺ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. എന്നാൽ വൈറ്റ് ഇപ്പോൾ എക്സ്ചേഞ്ച് വേരിയേഷനിലേക്ക് പോകുന്നില്ല. E5 മൂവ് ചെയ്തുകൊണ്ട് അഡ്വാൻസ്ഡ് വേരിയേഷൻ സെലക്ട് ചെയ്യുന്നു. ഈ സമയത്ത് ബ്ലാക്ക് C5 മൂവ് ചെയ്തുകൊണ്ട് D4 പോണിന് അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റ് C3 മൂവ് ചെയ്തുകൊണ്ട് ആ പോണിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. ബ്ലാക്ക് നൈറ്റിനെ C6 ഡെവലപ്പ് ചെയ്തുകൊണ്ട് രണ്ട് പോണുകൾക്കെതിരെയും ഒരു അറ്റാക്ക് കൂടെ കൊണ്ടുവരുന്നു. വൈറ്റ് നൈറ്റിനെ F3 ഡെവലപ്പ് ചെയ്തുകൊണ്ട് രണ്ട് പോണുകളെയും സപ്പോർട്ട് ചെയ്യുന്നു. ഇവിടെ ബ്ലാക്ക് വേഗത്തിൽ ക്വീനെ കൂടെ അറ്റാക്കിലേക്ക് കൊണ്ടുവരികയാണ്. ക്വീനെ B6 ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഈ ഡയഗണലിലേക്ക് ഒരു കൺട്രോളർ കൊണ്ടുവരുന്നു. ഇതോടെ ഈ D4 പോണവരെ 3 പീസുകൾ ഉപയോഗിച്ച് അറ്റാക്ക് വന്നിട്ടുണ്ട്. എന്നാൽ താലിവിടെ ഒരു സിമ്പിൾ ട്രിക്ക് ഉപയോഗിക്കുകയാണ്. ആ പോണിനുള്ള ക്വീനിന്റെ സപ്പോർട്ട് ഒഴിവാക്കിക്കൊണ്ട് ബിഷപ്പിനെ D3 ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്ക് ഇവിടെ എന്തായാലും ആ എക്സ്ചേഞ്ചിലേക്ക് തന്നെ പോവുകയാണ്. പോൺ ഉപയോഗിച്ച് പോണോട്ടൊന്നു, വൈറ്റ് പോൺ ഉപയോഗിച്ച് തിരിച്ചോട്ടുന്നു. ഇപ്പോഴും ആ പോണിനെതിരെ രണ്ട് അറ്റാക്ക് ഉണ്ടെന്ന് കരുതി ഇനി നൈറ്റ് വെച്ച് ആ പോണെടുത്താലാണ് ആ ട്രാപ്പ് സക്സസ് ആവുന്നത്. ഇപ്പോൾ നൈറ്റ് വെച്ച് പോണെടുക്കുകയാണെങ്കിൽ വൈറ്റിന് നൈറ്റ് വെച്ച് തിരിച്ചു വെട്ടാം. ഇതോടെ ബ്ലാക്കിന് ഒരു നൈറ്റ് നഷ്ടമാകും. ഇവിടെ ഇപ്പോൾ ക്വീൻ വെച്ച് നൈറ്റ് നോട്ടാണെങ്കിൽ ബിഷപ്പ് വെച്ച് ചെക്ക് കൊടുത്തുകൊണ്ട് ക്വീനെതിരെ ഡിസ്കവർ അറ്റാക്ക് വരുന്നതോടെ ആ ക്വീൻ കൂടെ നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഇപ്പോൾ നൈറ്റ് വെച്ച് പോണെട്ടുന്നില്ല. ആദ്യം ബിഷപ്പിനെ D7 ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഈ ഡയഗണൽ ക്ലോസ് ചെയ്യുന്നു. ഇതെന്തായാലും ബിഷപ്പ് വെച്ച് അങ്ങനെ ഒരു ചെക്ക് വരില്ല. അതുകൊണ്ട് തന്നെ അടുത്ത മൂവിൽ വേണമെങ്കിൽ ഈ ഒരു പോണിനെ നേടിയെടുക്കാം. എന്നാൽ താലിവിടെ ആ പോണിനെ സംരക്ഷിക്കാനായിട്ട് ഒന്നും ചെയ്യുന്നില്ല. കിങ്സിലേക്ക് കാസലിംഗ് ചെയ്തുകൊണ്ട് ഒരു പോണിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ബ്ലാക്ക് അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഒരു എക്സ്ചേഞ്ചിലേക്ക് തന്നെ പോവുകയാണ്. നൈറ്റ് വെച്ച് പോണോട്ടുന്നു, വൈറ്റ് നൈറ്റ് വെച്ച് നൈറ്റ് നോട്ടുന്നു, ബ്ലാക്ക് ക്വീൻ വെച്ച് തിരിച്ചോട്ടുന്നു. ഇപ്പോൾ ബ്ലാക്കിന് ഒരു പോൺ ലാഭം കിട്ടിയിട്ടുണ്ട്. അതിനോടൊപ്പം E5 പോണെതിരെ ക്വീൻ വെച്ച് അറ്റാക്കുമാണ്. എന്നാൽ താലിപ്പോൾ ആ പോണിനെയും സംരക്ഷിക്കാൻ ശ്രമിക്കുന്നില്ല. പകരം നൈറ്റിനെ ഡെവലപ്പ് ആണ്. നൈറ്റിനെ C3 ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഒരു പോണിനെ കൂടെ സാക്രിഫൈസ് ചെയ്യുന്നു. ബ്ലാക്ക് അതും അക്സെപ്റ്റ് ചെയ്യാണ്. ക്വീന് വെച്ച് പോൺ എടുക്കുന്നു. ഇതോടെ താലിന്റെ ഭാഗത്തുനിന്നും അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. ആദ്യം റൂക്കിനെ E1 കൊണ്ടുവന്ന് ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ഈ അറ്റാക്ക് വളരെ സ്ട്രോങ് ആണ്. കാരണം ഇപ്പോൾ ക്വീൻ അറ്റാക്കിൽ നിന്ന് മാറുമ്പോൾ ഇവിടെ ഒരു പിൻ ക്രിയേറ്റ് ആവും. ആ പിൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വൈറ്റിനെ നൈറ്റ് വെച്ച് ഈ D5 പോണിന് എടുക്കാം. ഇപ്പോൾ ആ പോണിനെ സംരക്ഷിച്ചുകൊണ്ട് ബ്ലാക്കിന് പോകാൻ രണ്ട് സ്കോറുകളാണുള്ളത്. ഒന്നുകിൽ D6 മൂവ് ചെയ്യാം, അല്ലെങ്കിൽ D4 മൂവ് ചെയ്യാം. അല്ലാതെയുള്ള ഈ 3 സ്കോറുകളും വൈറ്റിന്റെ ബിഷപ്പുകളുടെയും ക്വീനിന്റെയും കൺട്രോളിലാണ്. ഇവിടെ ഇപ്പോൾ ഈ പോണിനെ സംരക്ഷിച്ചുകൊണ്ട് ക്വീനെ D4 മൂവ് ചെയ്യുന്നതെങ്കിൽ വൈറ്റിന് ഇവിടെ വീണ്ടും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അറ്റാക്കിനുള്ള സാധ്യതയുണ്ട്. അതായത് റൂക്ക് വെച്ച് E6 പോണിനെടുത്തുകൊണ്ട് ചെക്ക് കൊടുക്കാം. ഇതിപ്പോൾ ഒരു റൂക്ക് സാക്രിഫൈസ് ആണെങ്കിലും ബ്ലാക്കിന് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. എങ്ങനെ തന്നെ അക്സെപ്റ്റ് ചെയ്താലും ഈ ബിഷപ്പിനെ മാറ്റിക്കൊണ്ട് ചെക്ക് വരുന്നതോടെ ബ്ലാക്കിന് ക്വീൻ നഷ്ടപ്പെടും. അല്ലാതെ ഇപ്പോൾ നൈറ്റ് വെച്ചോ ബിഷപ്പ് വെച്ചോ ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ആദ്യം നൈറ്റ് വെച്ച് ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കാനും ക്വീൻ അറ്റാക്കിൽ നിന്ന് മാറുമ്പോൾ ഒരു ചെക്കോട് കൂടി നൈറ്റിനെ എവിടേക്ക് കൊണ്ടുവരാനും കഴിയും. ആ ബിഷപ്പ് പിന്നിങ്ങില്ലാതെയാണ് ബിഷപ്പ് വെച്ച് നൈറ്റിനെ ഒട്ടാൻ പറ്റില്ല. അതിനുശേഷവും പലതരത്തിലുള്ള അറ്റാക്കിംഗ് സാധ്യതകളുണ്ട്. നമുക്കിനി ഗെയിമിലേക്ക് വരാം. ഇങ്ങനെ പലതരത്തിലുള്ള അറ്റാക്കിംഗ് സാധ്യതകളുള്ളതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ ക്വീനെ D4 കൊണ്ടുവരുന്നില്ല. പകരം ഈ D5 പോണിനെ സപ്പോർട്ട് കൊണ്ട് തന്നെ ക്വീനെ D6 മൂവ് ചെയ്യുന്നു. ഈ സമയത്ത് അടുത്ത അറ്റാക്ക് വരെയാണ്. നൈറ്റിനെ B5 മൂവ് ചെയ്തുകൊണ്ട് ക്വീനെതിരെ വീണ്ടും അറ്റാക്ക് കൊടുക്കുന്നു. ഇപ്പോൾ ബിഷപ്പ് വെച്ച് നൈറ്റ് നോട്ടാണെങ്കിൽ വൈറ്റ് ബിഷപ്പ് വെച്ച് തിരിച്ചോട്ടുമ്പോൾ ചെക്കാണ്. ബ്ലോക്ക് ചെയ്യാൻ ക്വീൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കിങ്ങിനെ മൂവ് ചെയ്യിക്കേണ്ടി വരും. അല്ലാതെ ഇപ്പോൾ ആ നൈറ്റിനെതിരെ ഒരു അറ്റാക്ക് കൂടെ കൊണ്ടുവരുന്നതിനായിട്ട് ക്വീനെ C5 കൊണ്ടുവരികയാണെങ്കിൽ ബിഷപ്പ് വെച്ച് ക്വീനെതിരെ വീണ്ടും അറ്റാക്ക് വരുന്നതോടെ ക്വീനിന് പോകാൻ നല്ല സ്ക്വയറുകളൊന്നും ഇല്ലാതാകും. ക്വീൻ ഇപ്പോൾ വേറെ എങ്ങോട്ടെങ്കിലും മാറുകയാണെങ്കിൽ നൈറ്റ് വെച്ച് ഇങ്ങനെ ഒരു ഫോർക്കിനുള്ള സാധ്യതയുണ്ട്. അല്ലാതെ ഈ C5 തന്നെ തുടരുകയാണെങ്കിൽ ആ ക്വീനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് തന്നെ റൂക്കിനെ C5 കൊണ്ടുവരാനും വീണ്ടും ഈ നൈറ്റ് വെച്ച് ഇങ്ങനെ ഒരു ഫോർക്കിന് സാധ്യതയുണ്ട്. നമുക്ക് വീണ്ടും ഗെയിമിലേക്ക് തന്നെ വരാം. ഇപ്പോൾ വൈറ്റ് നൈറ്റ് വെച്ച് ക്വീനെതിരെ അറ്റാക്ക് കൊടുത്തേക്കാണ്. താലിൻ്റെ ഗെയിം ആയതുകൊണ്ടാണ് നമ്മളിപ്പോൾ വേരിയേഷൻസ് കൂടെ കാണിച്ചു പോകുന്നത്. ഇനി വേരിയേഷൻസ് വേണ്ട, ഗെയിം മാത്രം മതി എന്നുള്ളവർക്കായിട്ട് ഇതേ ഗെയിം തന്നെ നമ്മുടെ രണ്ടാമത്തെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. മുകളിലുള്ള ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ചാനലിൻ്റെ ലിങ്ക് കിട്ടും. അവിടെ പോയാൽ വേരിയേഷൻസ് ഒന്നും ഇല്ലാതെ എല്ലാ ഗെയിമുകളും കാണാൻ കഴിയുന്നതാണ്. നമുക്ക് ഗെയിം കണ്ടിന്യൂ ചെയ്യാം. ഈ C3 ഉണ്ടായിരുന്ന നൈറ്റാണ്
ഇപ്പോൾ B5ലേക്ക് വന്ന് ക്വീനെതിരെ അറ്റാക്ക് കൊടുത്തിരിക്കുന്നത്. ആ നൈറ്റ് അങ്ങോട്ടേക്ക് വന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ D5 പോണിനെതിരെ അറ്റാക്ക് ഇല്ല. അതുകൊണ്ട് ആ പോണിലുള്ള സപ്പോർട്ട് ഒഴിവാക്കിക്കൊണ്ട് ബ്ലാക്ക് ക്വീനെ തിരിച്ചുകൊണ്ടുപോയാണ് ക്വീനെ B8ലേക്ക് മൂവ് ചെയ്യുന്നു. ഈ സമയത്ത് വൈറ്റിൻ്റെ ഭാഗത്തു നിന്നും വീണ്ടും ഒരു സ്ട്രോങ് മൂവ് വരെയാണ്. ക്വീനെ F3ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് D5 പോണിനെതിരെ വീണ്ടും അറ്റാക്ക് കൊടുക്കുന്നു. ഈ മൂവിന് പിന്നിൽ രണ്ട് ഉദ്ദേശങ്ങളുണ്ട്. ഇപ്പോൾ ആ D5 പോണിനെതിരെ അറ്റാക്കുമാണ്, അതുപോലെ F4 സ്ക്വയറിലേക്ക് ഇപ്പോൾ ക്വീൻ വെച്ച് കൺട്രോളുണ്ട്. ഇനി അടുത്ത മൂവിൽ ബിഷപ്പിനെ അങ്ങോട്ടേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കാനും ആ ബിഷപ്പിൻ്റെ സഹായത്തോടെ നൈറ്റ് വെച്ച് ഇങ്ങനൊരു ഫോർക്കും ചെക്കിനുമാണ് വൈറ്റ് ഇവിടെ പ്ലാൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഇപ്പോൾ ബിഷപ്പ് വെച്ച് ആ പോണിനെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. പകരം ബിഷപ്പ് ഈ ഡയഗണിലേക്ക് വരുന്നത് തടയാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ബിഷപ്പിനെ D6ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്കിൻ്റെ ഈ മൂവിന് പിന്നിലും രണ്ട് ഉദ്ദേശങ്ങളുണ്ട്. ഒന്നാമത്തത് വൈറ്റിൻ്റെ ബിഷപ്പ് F4ലേക്ക് വരുന്നത് തടയാൻ കഴിയുന്നുണ്ട്. അതിനോടൊപ്പം ഇപ്പോൾ ക്വീൻ വെച്ചും ബിഷപ്പ് വെച്ചും ഈ H2 സ്ക്വയറിലേക്ക് നല്ലൊരു കൺട്രോളും കിട്ടിയിട്ടുണ്ട്. എന്നാൽ താലിപ്പോൾ ഈ H2 പോണിനെ സംരക്ഷിക്കാനായിട്ട് ഒന്നും ചെയ്യുന്നില്ല. പകരം ക്വീൻ വെച്ച് D5 പോണിനെ വെട്ടിയെടുക്കുന്നു. E6 പോൺ ഇപ്പോഴും പിന്നിങ്ങിലെ കാരണം പോൺ വെച്ച് ക്വീൻ ഇടാൻ പറ്റില്ല. ഇപ്പോൾ ബ്ലാക്കിൻ്റെ ബിഷപ്പിനെതിരെ രണ്ട് പീസിൽ വെച്ച് അറ്റാക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഇവിടെ ഒരു പോണിനെ കൂടെ നേടിയെടുക്കുകയാണ്. ബിഷപ്പ് വെച്ച് H2 പോൺ വെട്ടിയെടുത്തുകൊണ്ട് ചെക്ക് കൊടുക്കുന്നു. വൈറ്റ് കിങ്ങിനെ H1ലേക്ക് മൂവ് ചെയ്യുന്നു. ഇതോടെ വൈറ്റിൻ്റെ കിങ്ങിന് മൂവ് ചെയ്യാൻ കഴിയുന്ന എല്ലാ സ്ക്വയറുകളും ബ്ലോക്ക് ആയിരിക്കുകയാണ്. ഇവിടെ ബ്ലാക്ക് അറ്റാക്ക് സ്ട്രോങ് ആക്കുകയാണ്. അടുത്തായിട്ട് ബിഷപ്പിനെ C6ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ക്വീൻ അറ്റാക്കിൽ നിന്നും മാറുമ്പോൾ ഈ ഡയഗണൽ കൂടെ ബിഷപ്പ് വെച്ച് കൺട്രോൾ ചെയ്യുക എന്നാണ് ബ്ലാക്കിൻ്റെ ഉദ്ദേശം. വൈറ്റ് ഇവിടെ ആ G2 പോണിനെ സംരക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ക്വീനെ അറ്റാക്കിൽ നിന്ന് മാറ്റുന്നത്. ക്വീനെ G5ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് G2 പോണിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നതോടൊപ്പം G7 പോണിനെ തിരിച്ചറ്റാക്ക് ചെയ്യുന്നു. ഇവിടെ ബ്ലാക്ക് വളരെ മികച്ചൊരു ട്രാപ്പിന് ശ്രമിക്കുകയാണ്. നൈറ്റിനെ F6ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് G7 പോണിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ഇതൊരു ട്രാപ്പാണ്. വൈറ്റ് ഇപ്പോൾ ക്വീൻ വെച്ച് ആ പോൺ എടുത്തുകൊണ്ട് റൂക്കിനെതിരെ അറ്റാക്ക് കൊടുക്കുകയാണെങ്കിൽ ബ്ലാക്കിന് റൂക്കിനെ G8ലേക്ക് കൊണ്ടുവന്ന് ആ ക്വീനെ തിരിച്ചറ്റാക്ക് ചെയ്യാൻ കഴിയും. ആ റൂക്കിന് ഇപ്പോൾ നൈറ്റിൻ്റെ സപ്പോർട്ടുണ്ട്. എന്നാൽ ഈ നൈറ്റിൻ്റെ സപ്പോർട്ടില്ലെന്ന് കരുതി ക്വീൻ വെച്ച് നൈറ്റിനെ വിട്ടെടുക്കാനും പറ്റില്ല. അങ്ങനെ വിട്ടെടുക്കുകയാണെങ്കിൽ ഈ റൂക്കിൻ്റെ ഫയൽ ഓപ്പൺ ആകുകയും ബിഷപ്പ് വെച്ച് G2 പോണിട്ട് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആകുകയും ചെയ്യും. അല്ലാതെ ക്വീൻ എങ്ങോട്ട് തന്നെ മാറിയാലും ഇതേ ചെക്ക്മേറ്റ് തന്നെ സംഭവിക്കും. അതുകൊണ്ട് തന്നെ വൈറ്റിന് ഇവിടെ ക്വീൻ നഷ്ടപ്പെടുകയും ബ്ലാക്ക് ഗെയിം വിജയിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു ഉദ്ദേശത്തോടെയാണ് ബ്ലാക്ക് ഇപ്പോൾ ഈ പോണിനെ സാക്രിഫൈസ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനൊരു പ്രശ്നമുള്ളതുകൊണ്ട് വൈറ്റ് ഇപ്പോൾ ആ പോണിനെ എടുക്കുന്നില്ല. പകരം ഈ ബിഷപ്പിനുള്ള ക്വീൻ്റെ സപ്പോർട്ട് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് F4 മൂവ് ചെയ്തുകൊണ്ട് ക്വീനിൻ്റെ ഡയഗണൽ ബ്ലോക്ക് ചെയ്യുന്നു. ഇതോടെ ബ്ലാക്കിൻ്റെ ബിഷപ്പ് ട്രാപ്പിലായിരിക്കുകയാണ്. F4 പോണിന് ക്വീൻ്റെയും ബിഷപ്പിൻ്റെയും സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ഇപ്പോൾ ബിഷപ്പ് വെച്ച് വെട്ടിയാലും ആ ബിഷപ്പ് നഷ്ടപ്പെടും. അതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ ബിഷപ്പ് വെച്ച് ആ പോണിനെ എടുക്കാൻ ശ്രമിക്കുന്നില്ല. പകരം H6 മൂവ് ചെയ്തുകൊണ്ട് വൈറ്റിൻ്റെ ക്വീനെ അറ്റാക്ക് ചെയ്യുന്നു. ഇവിടെ ബ്ലാക്ക് സെറ്റ് ചെയ്ത ട്രാപ്പിലേക്ക് വൈറ്റ് വീഴുകയാണ്. ക്വീൻ വെച്ച് G7 പോണിനെ എടുത്തുകൊണ്ട് റൂക്കിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ഈ ഒരു അവസരത്തിന് വേണ്ടി തന്നെയാണ് ബ്ലാക്കും വെയിറ്റ് ചെയ്തത്. ബ്ലാക്ക് അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. റൂക്കിനെ G8ലേക്ക് കൊണ്ടുവന്ന് ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ഇപ്പോൾ ക്വീൻ അറ്റാക്കിൽ നിന്ന് മാറുമ്പോൾ റൂക്ക് വെച്ച് G2 പോണിട്ടെടുക്കാനും അതിനുശേഷം ഡിസ്കവേർഡ് ചെക്ക് കൊടുത്തുകൊണ്ട് വിജയിക്കുവാനാണ് ബ്ലാക്ക് ഇവിടെ പ്ലാൻ ചെയ്യുന്നത്. ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം വൈറ്റ് ഈ പ്രശ്നം എങ്ങനെയാകും പരിഹരിക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. വൈറ്റ് ഇപ്പോൾ റൂക്കിനെയോ നൈറ്റിനെയോ വെട്ടിയെടുക്കാൻ ശ്രമിക്കുന്നില്ല. പകരം റൂക്ക് വെച്ച് E6 പോണിനെടുത്തുകൊണ്ട് റൂക്കിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ഇപ്പോൾ ചെക്ക് ആയതുകൊണ്ട് തന്നെ ബ്ലാക്കിന് ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്തിരിക്കാൻ പറ്റില്ല. അക്സെപ്റ്റ് ചെയ്ത് ഇങ്ങോട്ടേക്ക് മാറുകയാണെങ്കിൽ നൈറ്റിനെ വെട്ടിക്കൊണ്ട് വീണ്ടും ചെക്ക് വരും. D7 മാറിയാലും പോണിനെ വെട്ടി വീണ്ടും ചെക്ക് വരും. അതുകൊണ്ട് അത് അക്സെപ്റ്റ് ചെയ്യാണ്. പോൺ വെച്ച് റൂക്കിനെ എടുക്കുന്നു. ഇവിടെ ഉണ്ടായിരുന്ന പോൺ ഇങ്ങോട്ടേക്ക് മാറിയതോടെ ഈ ഡയഗണൽ ഓപ്പൺ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബിഷപ്പിനെ G6 കൊണ്ടുവന്ന് വീണ്ടും ചെക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് കിങ്ങിനെ D8 മൂവ് ചെയ്യുന്നു. ഈ സമയത്ത് ക്വീൻ വെച്ച് നൈറ്റിനെ എടുത്തുകൊണ്ട് ചെക്ക് കൊടുത്തതോടെ ബ്ലാക്ക് തോൽവി സമ്മതിക്കുകയായിരുന്നു. കാരണം ഇവിടെ ഇപ്പോൾ കിങ്ങിന് മൂവ് ചെയ്യാൻ രണ്ട് സ്ക്വയറുകളേ ഉള്ളൂ. ഇപ്പോൾ C8 മൂവ് ചെയ്യുകയാണെങ്കിൽ ക്വീൻ വെച്ച് പോണിനെടുത്തുകൊണ്ട് ഫോർക്കും ചെക്ക് വരും. ഇവിടെ ഇപ്പോൾ ബിഷപ്പ് വെച്ച് ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ ക്വീൻ വെച്ച് റൂക്കിനോട്ട് ചെക്ക് വരുമ്പോൾ മൂവ് ചെയ്യാൻ സ്പേസ് ഒന്നുമില്ല. ഇവിടേക്ക് നൈറ്റിനെ കൺട്രോൾ ഉണ്ട്. ബിഷപ്പ് വെച്ച് തന്നെ ബ്ലോക്ക് ചെയ്യേണ്ടി വരും. ഈ സമയത്ത് ക്വീൻ വെച്ച് ബിഷപ്പിനോട്ട് ചെക്ക് വരുമ്പോൾ ചെക്ക് മേറ്റ് ആവും.
അല്ലാതെ ഇവിടെ ഇപ്പോൾ C8ലേക്ക് മൂവ് ചെയ്യുന്നതിന് പകരം ഈ പോണിനെ സംരക്ഷിച്ചുകൊണ്ട് D7ലേക്കാണ് മൂവ് ചെയ്താലും ക്വീൻ F7ലേക്ക് വന്ന് വീണ്ടും ഫോർക്ക് ചെക്ക് വരും. ഈ രണ്ട് സ്ക്വയറുകളിലേക്കും നൈറ്റിന് കൺട്രോൾ ഉള്ളതുകൊണ്ട് അങ്ങോട്ടേക്കും പോകാൻ പറ്റില്ല. ഇപ്പോഴും C8ലേക്കോ അല്ലെങ്കിൽ D8ലേക്കോ മാറേണ്ടി വരും. എങ്ങോട്ടേ മാറിയാലും ക്വീൻ വെച്ച് റൂക്കിനൊട്ടിക്കൊണ്ട് വീണ്ടും ചെക്ക് വരും. ഇവിടെ ഇപ്പോൾ E7 വഴി ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യാൻ ശ്രമിച്ചാലും സക്സസ് ആവില്ല. E7ലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ക്വീൻ വെച്ച് വീണ്ടും ചെക്ക് വരും. അപ്പോൾ എന്തായാലും തിരിച്ചു കൊണ്ടേ വരും. ആ സമയത്ത് F8ലേക്ക് ഒന്ന് വീണ്ടും ചെക്ക് വരും. കിങ്ങിന് D7ലേക്ക് മാറേണ്ടി വരും. ഇവിടെ ഇപ്പോൾ ക്വീനെതിരെ അറ്റാക്ക് വന്നിട്ടുണ്ടെങ്കിലും അടുത്ത 3 മൂവിൽ ചെക്ക്മേറ്റ് ആണ്. ആ 3 മൂവുകൾ കണ്ടുപിടിക്കാൻ താല്പര്യമുള്ളവർ വീഡിയോ പോസ് ചെയ്ത ശേഷം കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇവിടെ ആദ്യം ബിഷപ്പ് വെച്ചാണ് ചെക്ക് വരുന്നത്. ബിഷപ്പിനെ E8ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് വരും. ഇവിടെ ഇപ്പോൾ പ്രധാനമായും 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ കിങ്ങിനെ മൂവ് ചെയ്യിക്കാം, അല്ലെങ്കിൽ ക്വീൻ വെച്ച് ആ ബിഷപ്പിനെ വെട്ടിമാറ്റാം. കിങ്ങിനെ ഇപ്പോൾ എങ്ങോട്ടേ മൂവ് ചെയ്യിച്ചാലും ബിഷപ്പിനെ മാറ്റിക്കൊണ്ട് ഡിസ്ക് വേർഡ് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആവും. അല്ലാതെ ക്വീൻ വെച്ച് ബിഷപ്പിനെ വിട്ടെടുക്കുകയാണെങ്കിൽ ക്വീനിന് ഈ D6ലേക്ക് കൊണ്ടുവന്ന കൺട്രോൾ നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ വൈറ്റിന് ക്വീനെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ഒരു ഓപ്ഷനേ ഉള്ളൂ. കിങ്ങിന് C8ലേക്ക് മാറേണ്ടി വരും. ആ സമയത്ത് ക്വീൻ C7ലേക്ക് ഒന്ന് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആവും. ഇതെല്ലാം മനസ്സിലായിക്കൊണ്ടാണ് ഈ പൊസിഷനിൽ ക്വീൻ വെച്ച് നൈറ്റിനോട്ട് ചെക്ക് വന്നപ്പോൾ തന്നെ ബ്ലാക്ക് തോൽവി സമ്മതിച്ചത്.